രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ഇടുക്കി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന ആഘോഷ പരിപാടികളിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. 79ാം സ്വാതന്ത്ര്യദിനം രാജ്യമെങ്ങും വിപുലമായാണ് ആഘോഷിച്ചത്. ഒരു നൂറ്റാണ്ടോളം നീണ്ടുനിന്നിരുന്ന ബ്രിട്ടീഷ് ഭരണത്തിന് അറുതി വരുത്തി ജനാധിപത്യത്തിലേക്ക് ഇന്ത്യ ഉണർന്നിട്ട് ഇന്ന് 78 വർഷം കഴിഞ്ഞു. 1947 ആഗസ്റ്റ് 15-നായിരുന്നു ഇന്ത്യ സ്വതന്ത്രമായത്. ധീരരായ നിരവധി രക്തസാക്ഷികൾ സ്വന്തം ജീവനും രക്തവും നൽകിയാണ് ഇന്ത്യയെ വൈദേശിക ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചത്. ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സംഘടനകളും സ്ഥാപനങ്ങളും വർണ്ണാഭമായാണ് സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചത്. അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന ആഘോഷ പരിപാടികളിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടക്കം നിരവധി പേരാണ് പങ്കെടുത്തത്. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യനിൽ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. നമുക്ക് വേണ്ടി പൂർവികന്മാർ പൂർവ്വകാലത്തിന് കഷ്ടപ്പെട്ട് ഇതുപോലെ സ്വാതന്ത്ര്യം നേടിത്തന്ന എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ട് ഇന്ന് അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം, ബാബു പി കുര്യാക്കോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കൃഷ്ണമൂർത്തി, CDS അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. അടിമാലി സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു. ബാങ്ക് പ്രസിഡന്റ് KS അലികുമാർ പതാക ഉയർത്തി. ബാങ്ക് സെക്രട്ടറി മോബി പ്രസ്റ്റീജ്, ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഹാപ്പി K വർഗീസ്, അനസ് കോയാൻ, ബാങ്ക് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. അടിമാലി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മജിസ്ട്രേറ്റ് അയ്യപ്പലാൽ പതാക ഉയർത്തി. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പടയാട്ട് എൽദോ, സെക്രട്ടറി അഡ്വക്കേറ്റ് M സാലുമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ സ്വാതന്ത്ര്യദിനാഘോഷവും സഹായകേന്ദ്രയുടെ സൗജന്യ ഉച്ചഭക്ഷണ പരിപാടിയുടെ 23ാമത് വാർഷികാഘോഷവും നടന്നു. സഹായകേന്ദ്ര രക്ഷാധികാരി AP ഉസ്മാൻ അധ്യക്ഷത വഹിച്ച യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വരുന്ന വൈശാഖേഴ്സ് മെഡിക്കൽ കോളേജിൽ വെളിയിൽ റൂം എടുത്ത് താമസിക്കും. നമുക്ക് ഇതിനകത്ത് തന്നെ ആശ്രയഭവൻ വഴി നമ്മുടെ വർക്ക് ടെൻഡറാവുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന പേഷ്യൻസിനൊപ്പം നിൽക്കുന്നവർക്ക് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ തന്നെ അവിടെ താമസിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയുള്ള വർക്കുകളും 5 കോടി രൂപ പ്രധാനമന്ത്രി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ നമ്മൾ കണ്ണൂർ വരുമ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇത് വിട്ട് പുറത്തു പോകാണ്ട് ഇവിടെ തന്നെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം വരും. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പരമാവധി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് ഈ സ്ഥാപനത്തിനെ കൂടി നിലനിൽക്കുന്ന ഉത്തമ ബോധ്യമായിക്കൊണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൽ സഹായകേന്ദ്രത്തിന് ഭക്ഷണം പാകം ചെയ്യുന്നതിനും രോഗികളിലെ കൂട്ടിരിപ്പുകാർക്ക് ഭക്ഷണം കഴിക്കുന്നതിനുമായി കെട്ടിടം നിർമ്മിക്കുവാൻ 25 ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു. 16 വർഷമായി സഹായകേന്ദ്രത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്ന അംബിക പ്രദീപ്, ലൈല മോഹനൻ എന്നിവരെ ചടങ്ങിൽ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീർണാങ്കുന്നേൽ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് മുഖ്യ സന്ദേശം നൽകി. ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ KG സത്യൻ, ഇടുക്കി മെഡിക്കൽ കോളേജ് RMO TO നവാസ്, വ്യാപാരി വ്യവസായി ചെറുതോണി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുഴിക്കണ്ടം, KM ജലാലുദ്ദീൻ എന്നിവർ സംസാരിച്ചു. രാജകുമാരി ഗ്രാമപഞ്ചായത്ത്, വ്യാപാര സംഘടനകൾ, വിവിധ സംഘടനകൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിൽ രാജകുമാരിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ റാലിയും സാംസ്കാരിക സമ്മേളനവും നടന്നു. രാവിലെ 8:30 ദേശീയ പതാക ഉയർത്തിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് നടന്ന ഇരുചക്ര വാഹന വിളംബര റാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബോസ് പുത്തയത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. 11 മണിയോടുകൂടി പമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സ്വാതന്ത്ര്യദിന റാലി MN ഹരിക്കുട്ടൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, വ്യാപാരികൾ തുടങ്ങി പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകൾ റാലിയിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനാഘോഷ റാലിവിധ ത്യാഗ പോരാട്ടങ്ങളുടെ സമരോധികാശങ്ങളുടെ സമര നായകൻ ഉടുമ്പൻചോലയുടെ പ്രിയപ്പെട്ട
തുടർന്ന് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടന്ന സാംസ്കാരിക സമ്മേളനം എം മണി MLA ഉദ്ഘാടനം ചെയ്തു. രാജാക്കന്മാർ തങ്ങളുടെ സംഘർഷത്തിൽ ഒരു കാലത്ത് ഇടപെട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നമ്മളെ അടിമകളാക്കി വെക്കുകയും ബ്രിട്ടീഷ് സാമ്രാജ്യകാരികൾ നമ്മുടെ 10,000-കണക്കിന് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ ഈ രാജ്യത്ത് കൊല ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ കാണാവുന്ന. അതിനെതിരെ ദേശീയ പ്രസ്ഥാനം രൂപം കൊള്ളുകയും ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ അടിസ്ഥാനപ്പെടുത്തിയല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യവാദികളും എല്ലാം അണിചേർന്നുള്ള ഒരു പൊതുപ്രസ്ഥാനമായിരുന്നു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ചടങ്ങിൽ രാജകുമാരിയിലെ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജുവിന്റെ നേതൃത്വത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ KJ സിജു, പഞ്ചായത്ത് സെക്രട്ടറി TK കാഞ്ചന, ട്രഷറർ അജേഷ് മുകളിൽ, സെക്രട്ടറി P രാജാറാം തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ KPCC അംഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MB ജോസ് മുഖ്യ പ്രഭാഷണം നടത്തി. KP ഗോപിദാസ്, ബെന്നി പാലക്കാട്ട്, ബിജു കൂട്ടുപുഴ, കിങ്ങിണി രാജേന്ദ്രൻ, സിനി മൂലങ്കുഴിയിൽ, തങ്കച്ചൻ പുളിക്കൽ, പൗലോസ് കൂട്ടുങ്ങൽ, ജോയി തമ്പുഴ, ബാബു കൊച്ചുപുര, ബിജു പുത്തൻപുര തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജകുമാരി YMCA യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. രാജകുമാരി YMCA ഇന്റർനാഷണൽ ടൂറിസ്റ്റ് സെന്ററിൽ സംഘടിപ്പിച്ച ദിനാഘോഷത്തിൽ YMCA ദേശീയ ജനറൽ സെക്രട്ടറി NB എൽദോസ് പതാക ഉയർത്തി സന്ദേശം നൽകി. ചടങ്ങിൽ സജോ പന്തത്തല, വൈസ് ചെയർമാൻമാരായ CC തോമസ്, ജേക്കബ് പോൾ, ട്രഷറർ ഡോക്ടർ ബിജു ലോട്ടസ്, പിയൂസ് കറിയ, OA ജോൺ, അഡ്വക്കേറ്റ് സാജു, സനു വർഗീസ്, അരുൺ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. KHRI ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KM ജോർലി പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. യൂണിറ്റ് സെക്രട്ടറി PJ ജോസ്, ട്രഷറർ K സുനിൽ, KK സോമൻ, ബിനീഷ്, രതീഷ്, അനുരാജ് എന്നിവർ നേതൃത്വം നൽകി. ഉദയഗിരി സെന്റ് മേരീസ് UP സ്കൂളിൽ വിപുലമായാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ മാത്യു ചെറുപറമ്പിൽ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മധുര പലഹാര വിതരണവും നടന്നു. ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജെയ്സ്ലെറ്റ്, സ്റ്റാഫ് പ്രതിനിധി അപ്പുക്കുട്ടൻ T, വിദ്യാർത്ഥി പ്രതിനിധി മിലൻ ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈറേഞ്ച് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സംഘം ഡയറക്ടർ ബോർഡ് അംഗം AK സുനിൽകുമാർ പതാക ഉയർത്തി. സംഘം സെക്രട്ടറി രവീന്ദ്രൻ AJ, സംഘം വൈസ് പ്രസിഡന്റ് രാജശേഖരൻ പിള്ള എന്നിവർ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ബലിദാനികളായവരെ അനുസ്മരിച്ച് സംസാരിച്ചു. ബോർഡംഗങ്ങളായ ഷേർലി രഘുനാഥ്, ഉഷാബാലൻ, KG മനോജകുമാർ, MB ശശികുമാർ, G ശിവശങ്കരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ നെറ്റ്.